അപ്പം നമുക്ക് വീണ്ടും ഒരു കുളിസിയും കണ്ടാലോ. ഈ ഇലോ ചാടിപ്പോത്ത് ഓറിയരെടുത്തോട്ടാട്ടോ. അവൻ്റെ ബാക്കിൽ നടത്തുമ്പോൾ അവന് സഹിക്കുന്നില്ല. ഓറിയരെടുത്തോട്ട് എങ്ങനെയും ചാടി പിടിച്ച് പോകണം. എന്നിട്ട് അതിൻ്റെ അടുത്തേക്ക് എങ്ങനെയൊക്കെ എത്തി. പിന്നെ ഇവൻ്റെ ഓട്ടം ചാട്ടം കണ്ടിട്ട് ഞാൻ കുറച്ച് നേരം പിടിച്ചിരുത്തി. അപ്പോൾ ഓറിയ പോകുന്ന കണ്ടിട്ട് കുരയ്ക്കുന്ന ഞാൻ ഇവനെ കൊണ്ടാതെ പോകുമെന്ന് അറിയാൻ വേണ്ടി. കുഞ്ഞനും ഉണ്ടായിരുന്നേ. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു കുളിക്കാനായിട്ട്. ഓറിയാനില്ലാനും കുളിപ്പിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ ഞങ്ങളും കുളിച്ചിട്ടാണ് വന്നത്. സത്യം പറയട്ടെ, ഓറിയ നടക്കണാകുമ്പോൾ എനിക്ക് ഡാൻസ് കളിക്കണ പോലെ തോണേ. അവളുടെ ബാക്ക് പോകാൻ പോകണമുണ്ട്. എനിക്കത് കാണുമ്പോൾ ചിരി വരുന്നേ. അത് ഞാൻ അവിടെ എത്തിയിട്ട് ഇല്ലോ ഫസ്റ്റ് തന്നെ ഇല്ലോ ചാടി. അവൻ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത. പക്ഷേ എനിക്ക് അന്നാണ് സത്യം മനസ്സിലായത്. ഇവന് നീന്തലറിയില്ല ഗൈസ്. കുറച്ച് നേരം കൊട്ടിട്ട് ശ്വാസം വലിക്കുകയായിരുന്നു. കുറച്ച് നേരം നീന്തും കയറി വരും, കുറച്ച് നേരം നീന്തും കയറി വരും. പക്ഷേ ഇടയിൽ മുങ്ങിപ്പോയിരുന്നു. അപ്പം മനസ്സിലായി എനിക്ക് നീന്തൽ അറിയത്തില്ലെന്ന്. കുറച്ച് നേരമൊക്കെ നീന്തും, അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. പക്ഷെ ഓറിയോടെ നീന്തലാണ് നീന്തൽ. ഇവളുടെ നീന്തലുണ്ട് കഴിഞ്ഞാൽ ആരായാലും ചിരിച്ചു. ഭയങ്കര ബഹളമാണ് നീന്തുമ്പം. കയ്യും കാലിട്ട് അടിച്ചിട്ട് ഭയങ്കര ബഹളമാണ്. ഇവൾക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുളിപ്പിക്കണത് ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ നീന്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുറച്ച് നേരമൊക്കെ നീന്തിയ ആളവിടെ ഇരുന്നു. ആൾ നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നു. അത് കഴിഞ്ഞ് കണ്ട ക്ഷീണിച്ച് കതച്ചിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങി ഇലോൻ്റെ ഊരിൻ്റെ ഷാമ്പോ ഇട്ടിരിക്കുന്നത്. ഇലോനെ കുളിപ്പിച്ച് കയറ്റി. ഇപ്പോൾ ഷാമ്പോ ഇട്ടിട്ട് ഞാൻ കുളിപ്പിച്ച് കയറ്റും. അത് കഴിഞ്ഞ് കുഞ്ഞൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ കുഞ്ഞൻ്റെ അമ്മയും വരും കേട്ടോ ഇപ്പം. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി. കുഞ്ഞനെ ഞാൻ നിർത്തുന്നത് പടിയമ്മയാട്ടെ. ഇത്രയാലും ഉണ്ണിയല്ലേ, നമ്മൾ സേഫായിട്ട് കൊണ്ടുപോകണ്ടേ. ഞാൻ അതുകൊണ്ട് പടിയുടെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.